ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ ഡൗട്ടുകളാണ്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ നമ്മൾ ഒരുപാട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയട്ടെ, ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജും അതുപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തർ അവരുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസ് കണ്ടിട്ട് അതിന് തന്നെ ഒരുപാട് പേര് വീണ്ടും എൻക്വയറി ചെയ്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതിൻ്റെ തന്നെ ഒന്നും കൂടെ വിശദീകരിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ആ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ജോയിൻ ആയിട്ടുണ്ട്, പിന്നെ ഒരുപാട് പേർക്ക് അത് ജോയിൻ ആവാൻ പറ്റണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജോയിൻ ആവാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളവരെ ജോയിൻ ആക്കാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ലിങ്ക് വഴി തന്നെ കയറിയിട്ടുണ്ട്. ഇനി കയറാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ അടിയിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് വിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റും. ആ ഒരു ഗ്രൂപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മാഷാ അല്ലാഹ്, നമുക്ക് ഒരുപാട് പേര് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് കുറഞ്ഞൊരു മുതൽ മുടക്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ഓരോന്നിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ റീറ്റെയിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റാണ് ഞാൻ നിങ്ങളോട് പറയുക. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് എന്താണെന്ന് ചോദിക്കണം. നേരത്തെ ഹോൾസെയിലാണെങ്കിൽ ഹോൾസെയിലും റീറ്റെയിലാണെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ റേറ്റും അങ്ങനെയാണ് എന്നോട് ചോദിക്കേണ്ടത്. പിന്നെ ഒരുപാട് ബൾക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതെല്ലാം മിനിമം നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ മിനിമം നമ്മുടെ കയ്യിൽ നിന്ന് 50 പീസ് എടുത്താലാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിലും ബൾക്കായിട്ട് ഷോപ്പിലേക്കാണെങ്കിലും ഇനി നിങ്ങൾക്ക് ഓൺലൈൻ വീട്ടിലിരുന്നിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ബൾക്കായിട്ട് ഒരുപാട് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഷോപ്പിലേക്കായിക്കോട്ടെ എവിടേക്കാണെങ്കിലും. അപ്പോൾ നിങ്ങൾ റീറ്റെയിലാണെങ്കിൽ ആ ഒരു റേറ്റും ഹോൾസെയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റും നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക തന്നെ വേണം. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ റീറ്റെയിലായിട്ട് കസ്റ്റമർക്കാണെങ്കിലും ഷോപ്പിലേക്കാണെങ്കിലും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് ആവും ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറേ പേര് അതിൽ ജോയിൻ ആയിട്ടുണ്ട്, ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഡൗട്ട്, ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ തന്നെ റേറ്റും പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം നമ്മൾ റേറ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാത്ത ആളുകളും അതിലുണ്ട്. അപ്പോൾ അവർ ശരി, ആ ആളുടെ വിലയും ഈ ആളുടെ വിലയും അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് പേര് ഗ്രൂപ്പിലുണ്ട്. നല്ല കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കൊണ്ടിരിക്കുന്നതും അല്ലാത്തവരായിട്ടുള്ള കസ്റ്റമേഴ്സ് അതിലുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് തീരെ വാങ്ങാണ്ട് നമ്മുടെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരുപാട് കസ്റ്റമറും ഉണ്ട്. അപ്പോൾ നമ്മളതിൽ റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാത്തവർക്കും അത് ഉപകാരമാണ്. ആ റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് പോയിട്ട് മറ്റുള്ളവരെ റേറ്റും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്, അതൊരു വഴക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ റേറ്റ് കാര്യങ്ങൾ ഇടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നീടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ്
ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നമ്മൾ റേറ്റ് കാര്യങ്ങൾ പറയാത്തത്. പിന്നെ ഈ റീസെല്ലിംഗ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു റേറ്റ് നമ്മുടെ പ്രൊഡക്റ്റിന് ഇടും. അതായത് ഞാനൊരു ഫോട്ടോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു റേറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ റേറ്റ് ചിലപ്പോൾ ഒരു 40 രൂപയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 10ഓ 15ഓ കൂട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് പറയാം. നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചാനൽ തുടങ്ങുക. ഫേസ് കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഇന്ന് കണ്ടിട്ട് നാളെക്കൊന്നും നമ്മൾ സക്സസ് ആവില്ല. അപ്പോൾ കുറച്ചൊരു ക്ഷമ വേണം. ക്ഷമയോടുകൂടെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. ഇനി അതല്ല അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാൾ ഓർഡർ എടുത്തെന്ന് വെക്കുക. അങ്ങനെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എന്നോട് പറയാം. എൻ്റെ കസ്റ്റമർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണം, അത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1 പീസ് ആയിക്കോട്ടെ, 2 പീസ് ആയിക്കോട്ടെ, എത്ര പീസാണെങ്കിലും നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റ് 40 നിങ്ങൾ അതിൽ കൂടെ ഒരു 10 അല്ലെങ്കിൽ 15 കൂട്ടി ഒരു 55 രൂപയാണ് നിങ്ങൾ അവരോട് പറഞ്ഞു വെച്ചെങ്കിൽ ആ 55 രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 15 രൂപ നിങ്ങൾ എടുത്തിട്ട് ബാക്കി 40 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ട് തരിക. അപ്പോൾ അവരുടെ അഡ്രസ്സും നിങ്ങൾ മേടിക്കുക, ഫ്രം അഡ്രസ്സും വേണമല്ലോ. അപ്പോൾ അവരെ അഡ്രസ്സ് വെക്കുക. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന രീതിയിൽ നിങ്ങളുടെ അഡ്രസ്സും വേണം എനിക്ക് തരാൻ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും. പിന്നെ പോസ്റ്റിംഗ് ചാർജ് നിർബന്ധമാണ്. കാരണം ഏതൊരു നാട്ടിലുള്ള ആളുകൾക്കും നമ്മൾ സാധനം അയച്ചു കൊടുക്കുമ്പോൾ അവരെന്തായാലും ഫ്രീ ആയിട്ട് അയച്ചു തരില്ല. അത് ഒരു സാധനം ആയിക്കോട്ടെ 2 സാധനം ആയിക്കോട്ടെ, ഷിപ്പിംഗ് ചാർജ് എന്തായാലും നിർബന്ധമാണ്. 50 രൂപ പോസ്റ്റൽ ചാർജ് വരും. പിന്നെ ഹൈറ്റ് വെയ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് കൂടുതലാവാനാണ് സാധ്യത. പിന്നെ DTDC, സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ അങ്ങനെയുള്ളതും ഉണ്ട്. അപ്പോൾ ഏതാണ് അവർക്ക് വേണ്ടത് വെച്ചെങ്കിൽ അത് അവരോട് അന്വേഷിക്കുക. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളതും ഉറപ്പ് വരുത്തിയതിന് ശേഷം അവരെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുക. പിന്നെ നിങ്ങൾ അവരോട് പറയണം, ഒരെണ്ണം എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് 50 രൂപ വരും. അപ്പോൾ എന്തായാലും കസ്റ്റമർ ഷിപ്പിംഗ് ചാർജ് മുതലാവുന്ന രീതിയിലാണ് ഒരു കസ്റ്റമറും വാങ്ങിക്കൊള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഏതൊരു കസ്റ്റമറും വാങ്ങുള്ളൂ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഡൗട്ടുകൾ ഓരോരുത്തരും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ചെയ്തത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ അതിനൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നല്ലൊരു ജീവിത മാർഗമാണ്, നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക. നിങ്ങൾക്ക് എന്തായാലും സെയിൽ ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പരമാവധി റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് തരുന്നത്. പെട്ടെന്ന് ഗ്രൂപ്പിൽ ഫോട്ടോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊണ്ട് വിട്ടിട്ട് ഇതിനെന്താ റേറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റാണ് നമ്മൾ നിങ്ങളോട് പറയും. അപ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത് റേറ്റ് കൂടുതലാണല്ലോ. അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ അതിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കണം, എനിക്കിത് സെയിൽ ചെയ്യാനാണ്, എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളങ്ങനെ ചെയ്യും. പെട്ടെന്ന് റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽ പ്രൈസാണ് നിങ്ങളോട് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. എന്തായാലും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ജോയിൻ ആവാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ആയിക്കോളൂ കേട്ടോ.